കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഇന്നിപ്പോൾ ഉച്ചപൂജ അല്ല, ഉച്ചപൂജ വൈകുന്നേരമാണ്, ആറാട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ്, ഭഗവതിക്കെട്ടിലാണ്. അപ്പോൾ ഇന്ന് പന്തീരടി പൂജയാണ്. ആ പന്തീരടി പൂജയ്ക്കാണ് ഇന്ന് ഭഗവാന് കളഭം ചാർത്തുക. അപ്പോൾ നമുക്ക് ആ പന്തീരടി പൂജ കാണാനായിട്ട് തൊഴാനായിട്ട് പോവാം. ഇന്നലെ പള്ളിവേട്ടയൊക്കെ അതിമനോഹരമായിരുന്നു. ഭഗവാൻ എല്ലാവരെയും കാണാനായിട്ട് ശ്രീലകം വിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ നല്ല എന്താ പറയുക, നന്നായിട്ട് കാണാൻ പറ്റി. നല്ല തിരക്കാണ്, നന്നായിട്ട് കാണാൻ പറ്റി. അങ്ങനെ നമ്മളെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ കഴിയാത്തവർ അതൊക്കെ കണ്ട് ഭഗവാനെ കാണുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിന്ന് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യുക. മഞ്ജുളാലൊക്കെ രാത്രി ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരു എന്താ പഴയ കടലാസ് ചെടിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ലൈറ്റിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണും, നല്ല രസം. അപ്പോൾ നമുക്ക് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലിൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക, ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വന്ന് നേരെ അപ്പോൾ കൊടിമരം കാണാം, അതേപോലെ വലിയ ബലിക്കല്ല് കാണാം. അതിന് മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. വലത് വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആകെ ഇന്നിപ്പോൾ നേരത്തെ ആവുകൊണ്ടേ ആകെ പ്രകാശം ഇങ്ങനെ കാണാണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വലത്തെ കാലം ഇങ്ങനെ അതായത് ഒന്നിങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഇടത്തെ കാലം മടക്കി വെച്ചിട്ടുണ്ട്. ഒരു വികൃതിക്കുട്ടൻ ആണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അതുമാത്രമല്ല, ഉണ്ണിയാണെങ്കിൽ ഇന്ന് കോണം കൊടുത്തിട്ടില്ല, അതാണ് അതിലെ രസം. അപ്പോൾ അത്രയ്ക്കും രസമുള്ളൊരു ഉണ്ണിയാണെന്നർത്ഥം. നല്ല, അതായത് ഇന്നലത്തെ പള്ളിവേട്ടയുടെയൊക്കെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഭഗവാൻ ചെറിയ ഉണ്ണിയായിട്ടേ ആണ്. ഭഗവാൻ ഇന്നലെ എന്താ പറയുക, പള്ളിവേട്ടയൊക്കെ ആടിയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ ആയി. അത് കഴിഞ്ഞപ്പോൾ ആ ക്ഷീണത്തിൻ്റെ ആലസ്യങ്ങൾ മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നല്ല രസമായിട്ടുള്ള കാഴ്ച. എന്താ കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഉണ്ണിയുടെ 2 കാലുമേലും കാൽത്തളകൾ കാണാണ്ട്, അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, പിന്നെ മുകളിൽ മാറത്തേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതിന് നടുക്കുള്ള ഗോപീതിലകം, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലതേ കയ്യിൽ ഒരു കുഞ്ഞെ താമര കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇടതേ കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്, തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു അലങ്കാരം കേട്ടോ. പന്തീരടി പൂജയുടെ അലങ്കാരം വളരെ മനോഹരമായിട്ട്, ഉച്ചപൂജയുടെ അലങ്കാരം പോലെയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് ഇങ്ങനെ വിചാരിച്ചോളൂ മനസ്സുകൊണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ആ കളഭാലങ്കാരമാണ് നമ്മൾ കാണുന്നത്. ആ ചെറിയ ഉണ്ണീനെ കണ്ട് തൊഴാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇവിടെ വന്നവർക്കും വരാത്തവർക്കും അങ്ങനെ ആ ശബ്ദത്തിലൂടെയെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തുന്നത് പോലെ തോന്നട്ടെ. അങ്ങനെ ആ ഉത്സവമാണ് ഇന്നിപ്പോൾ 10ാം ദിവസം. ആറാട്ടം ഒക്കെ അതിവിശേഷമായ ചടങ്ങുകളാണ്, നിറയെ കാഴ്ചകളാണ്, എല്ലായിടത്തും ഉത്സവമാണ്. ഗുരുവായൂരപ്പൻ ഉത്സവം, നമുക്കും ഉത്സവം, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് അവിടെ നിന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും പിന്നെ ചുവരിൻ്റെ മുകളിലുള്ള ചെറിയ ആലിലക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് തൊഴാം. ഇന്ന് ഗണേശനും ഇങ്ങനെ മുഖത്തൊക്കെ കുറേശ്ശെ ആയിട്ടുള്ളൂ. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, മഞ്ഞ ഉള്ള ഗോൾഡൻ കളർ പോലത്തെ. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിൽ അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. വാമനരൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്, വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്, താമര വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം. അതിനുശേഷം നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെയൊക്കെ നിറയെ മാലകളാട്ടോ. മുരുകൻ്റെ അവിടെയുണ്ട് മാലകൾ. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് വെറ്റിലമാല ഉണ്ട്, കുങ്കുമം ഉണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കാണാം, അങ്ങനെ തിളങ്ങുന്നത് കാണാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും അതേപോലെ മുളയറയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും ആ വസുദേവരെയും ഉണ്ണീനെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ നിറയെ ഇളനീര് എത്തി. അതായത് തമ്പുരാൻപടിക്കിലെ ഉള്ള കിട്ടയുടെ കുടുംബക്കാർ ഇളനീര് സമർപ്പിച്ചത് ഇങ്ങനെ കാണാം. ഞാറാട്ടിൻ്റെ ആ സമയത്താണ് അതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നിറയെ ഇളനീര് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ ഭഗവതീനെ കാണാനായിട്ട് അങ്ങനെ പോരുക. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ ഗോളക തന്നെയാണ് ആദ്യം ഇറക്കിയാണ്. അതേപോലെ മഞ്ഞ് അതേപോലെ ചുവപ്പുള്ള പാവാട പോലത്തെ അത് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാലകൾ ചാർത്തിയിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞൊന്ന് പ്രദർശനം ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് ആ ചെറിയ ഉണ്ണീനെ കണ്ട് തൊഴുത് നമസ്കരിക്കാൻ. താമരപ്പൂവും ഓടക്കുഴലും പിടിച്ചിരിക്കുന്ന ഉണ്ണീനെ കണ്ട് തൊഴുത് നമസ്കരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വന്ന് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ ഇന്ന് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്ത് കളഭാം കൊണ്ട് അലങ്കാരാവുന്നു. അതേപോലെ മഞ്ഞ കളഞ്ഞ ഗോൾഡൻ കളറ് ആണ് ഉടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ സ്വർണത്തിൻ്റെ മാലകൾ ധരിപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് ഒന്ന് പ്രദർശനം ചെയ്ത് പോന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ നേരെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വന്നിട്ട് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ആ പന്തീരടി പൂജയൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.